ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കല്ലിങ്ങൽ പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളാണ്. അതായത് വലിയ സ്കൂളാണത്. ഒരുപാട് കുട്ടികളുണ്ട് +2 വരെ. അപ്പൊ അതായത് 5th തൊട്ട് തുടങ്ങി 12th വരെ ഉണ്ട്. അപ്പൊ അത്രയും കുറെ കുട്ടികളുള്ള ഒരു സ്കൂളാണത്. അപ്പൊ അതിനകത്ത് ഞാൻ 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണ് ഈ സ്കൂൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഈ സ്കൂളിന്റെ അസംബ്ലി ഉണ്ടാവുമല്ലോ, അസംബ്ലിയിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു വലിയ ജനസാഗരം എന്നൊക്കെ പറയാം. അത്രയും ക്ലാസ്സുകൾ ഇങ്ങനെ ലൈൻ ആയിട്ട് നിൽക്കും. അപ്പൊ അതിൽ വളരെ ലിമിറ്റഡ് കുട്ടികൾക്കാണ് ഈ അസംബ്ലിയിൽ പോയിട്ട് പ്രൈസ് വാങ്ങിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയം തൊട്ടിട്ടുള്ള എന്റെ ആഗ്രഹമാണ് ഈ അസംബ്ലിയിൽ കൂടെ ഒരു പ്രാവശ്യം ഫുൾ ഇത്രയും കുട്ടികളുടെ ഇടയിൽ കൂടെ പോയി നമ്മുടെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് നിന്ന് ആ ഒരു സമ്മാനം ഇങ്ങനെ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ ട്രൈ ചെയ്തു. അവസാനം 10ാം ക്ലാസ് ഞാൻ വിജയിച്ചു. അതായത് ഞാൻ അവിടുത്തെ യുവജനോത്സവത്തിൽ എല്ലാ ഐറ്റത്തിലും ഞാൻ കയറും. എന്നിട്ട് 9ാം ക്ലാസ് വരെ എനിക്ക് ഒന്നും കിട്ടിയില്ല. അതായത് 1st, 2nd, 3rd അത് ആ 3 ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 9ാം ക്ലാസ് വരെ ഒന്നും കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? ഞാൻ ഈ 9ാം ക്ലാസ് വരെ എന്റെ ഒരു പ്രയത്നം ഉണ്ടല്ലോ, അതിൽ എനിക്ക് മനസ്സിലായി അധികം കുട്ടികൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് ഈ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷൻ. എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷൻ ഉണ്ടല്ലോ, അതിനധികം കുട്ടികളില്ല. മലയാളം പോയം റെസിറ്റേഷൻ ഒക്കെ ഒരുപാട് കുട്ടികളുണ്ട്. ഇംഗ്ലീഷ് പോയം റെസിറ്റേഷന് വലിയതായിട്ട് മത്സരം ഇല്ല. കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ച്, കാരണം ഇത് കുറെ കൊല്ലായാലും ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 അവിടെ കിട്ടുമെന്ന് അറിയുമില്ല. അപ്പോ ലാസ്റ്റ് ഇംഗ്ലീഷ് പോയം റെസിറ്റേഷൻ കഷ്ടപ്പെട്ട് ഒരു പോയം ഒക്കെ പഠിച്ച് റെസിറ്റ് ചെയ്യാൻ പഠിച്ച് അവിടെ പോയി പ്രസന്റ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ആകെ 3 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ഞാൻ ഫസ്റ്റ്.